മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മലയാളം മീഡിയമാണ്, ഇംഗ്ലീഷ് മീഡിയവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും ആൻസേഴ്സ് എന്നും നമുക്ക് നോക്കാം. താഴെ നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. പ്രവർത്തനം 1ലേക്ക് കിടക്കാം. വരക്കാം, കണ്ടെത്താം എന്ന പ്രവർത്തനമാണ്. സ്കൂളിൽ നിന്നും പ്രദർശനം കാണാനായി എത്തിയതാണ് മീരയും കൂട്ടുകാരും. അവിടെ കുട്ടികൾക്കായി പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. ചിത്രം വരക്കലായിരുന്നു ആദ്യം ഒരുക്കിയിരുന്നത്. അവർ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. വരൂ ചിത്രം വരക്കാം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ, വട്ടം, ചതുരം എന്നിവ ഉപയോഗിച്ച് ചിത്രം വരക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചിത്രം വരക്കാം. ഇപ്പോൾ ഒരു വീട് വരക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്താണ് ഇത്? ഒരു വട്ടം വരച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ചതുരം വരക്കാൻ വേണ്ടി പോവുകയാണ്. ചതുരം, പിന്നെയും ചതുരം വരച്ചു. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരക്കാവുന്നതാണ്. ഇനി നിങ്ങൾ വരച്ച രൂപത്തിൽ എത്ര ചതുരങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എത്ര ചതുരമുണ്ട്? 1, 2, 3, 4, 5 അല്ലേ? 5 ചതുരങ്ങളാണ് ഉള്ളത്. ഇനി താഴെ നോക്കൂ. ചുവടെ തന്നിരിക്കുന്നതിൽ ചതുരത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഇൻറ്റു അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് 4 വശമുണ്ടെന്നാണ് പറയുന്നത്. ചതുരത്തിന് 4 വശം ഉണ്ട്. പ്രത്യേകത അല്ലാത്തതിനാണ് ഇൻറ്റു കൊടുക്കേണ്ടത്. അപ്പോൾ 4 വശമുണ്ട് എന്നുള്ളത് എന്താണ്? ശരിയാണ്. 4 മൂലയുണ്ട് എന്നതും ശരിയാണ്. എതിർവശങ്ങൾ ഒരേ അളവല്ല എന്ന് പറയുന്നു. എതിർവശങ്ങൾ എന്താണ്? ഒരേ അളവാണോ? അല്ലയോ? എതിർവശങ്ങൾ ഒരേ അളവാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇതൊരു ചതുരമാണെന്ന് വിചാരിക്കാം. ഇതിന് 1, 2, 3, 4 വശങ്ങളുണ്ട്. 1, 2, 3, 4 മൂലയും ഉണ്ട്. ഇനി ഇതിന് ഈ വശവും എന്താണ്? തുല്യമായിരിക്കും. ഈ വശവും തുല്യമായിരിക്കും. അപ്പോൾ എതിർവശങ്ങൾ ഒരേ അളവല്ല എന്ന് പറയുന്നത് തെറ്റാണ്. എതിർവശങ്ങൾ ഒരേ അളവാണ് എന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി ഡി, വീണ വരച്ച ചിത്രമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ചതുരങ്ങളാണ് വീണ വരച്ചതിനുള്ളത്? ഇത് ഒരു ചതുരം അല്ലേ? ഇതിനെ ഒരു ചതുരമാക്കാം. ഇത് 2ാമത്തെ ചതുരം, പിന്നെ ഇത് 3ാമത്തെ ചതുരം, ഇത് 4ാമത്തെ ചതുരം. അപ്പോൾ എത്ര ചതുരങ്ങളാണുള്ളത്? 4 ചതുരങ്ങളാണുള്ളത്. ഓക്കെ, 4 ചതുരം. അപ്പോൾ അവിടെ 4 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? 3 100 അല്ലേ? അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി കൊടുക്കാം. ആദ്യം തന്നെ എഴുതാം 3 100. അപ്പോൾ ഓക്കെ, 3 100. 8 10 എന്ന് പറഞ്ഞാൽ 80 ആയി. 5 1000 ആയി. ഇനി അടുത്തത് 4 1 അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് എഴുതാം. ആദ്യത്തേതിൽ 5000 എന്ന് എഴുതാം. 1 2 3 5000. പിന്നെ 3 100 പിന്നെ ഉള്ളത് 8 10 പിന്നെ 4 ഇനി സംഖ്യ ഏതാണ് കൂട്ടുകാരെ? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കൂ. എത്രയാണ് കിട്ടുന്നത്? 4 8 3 5 5384 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് 4000 അപ്പോൾ ആദ്യം എഴുതാം 4000. പിന്നെ 3 10 ചേർന്ന സംഖ്യയാണ്. 4000 പിന്നെ വരുന്നത് 3 10 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 3 10 എന്ന് ഇട്ട് കൊടുക്കാം. ഇനി വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അതിൽ. അപ്പോൾ നമുക്ക് സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 4030 ആണ്. 4030. ഇനി ഇതിന് താഴെയുള്ള അടുത്തത് നോക്കാം. അടുത്തത് 25 100 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 25 100 എന്ന് പറയുമ്പോൾ 25 100 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 25 × 100 ചെയ്ത് നോക്കുക. 25 × 100 എന്ന് പറയുന്നത് 2500 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യത്തേതിൽ എഴുതേണ്ടത് 2500 ആണ്. അപ്പോൾ 2500. പിന്നെയുള്ളത് എന്താണ്? 8 10 അല്ലേ? 8 10. അപ്പോൾ 100 ഇല്ല. 8 10 4 1. സംഖ്യ എത്രയാണ്? 2584 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അടുത്തതായിട്ട് പറയുന്നത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കുറഞ്ഞ സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 1000 ആണ്. 1000ൽ നിന്നും 1 കുറക്കുക. എത്രയാണ്? 999 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതണം? നമ്മൾ 900 എന്ന് എഴുതി കൊടുക്കുക. പിന്നെ എഴുതേണ്ടത് 90 ആണ്. പിന്നെ 9 എന്ന് എഴുതുക. ഇവിടെ സംഖ്യ 999. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം.
ബി ചോദ്യം 2160 കുറിച്ച് ശരിയായത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2160 അപ്പോൾ ആദ്യത്തേത് പറഞ്ഞിട്ടുള്ളത് 2000-ഉം 610 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2000 ഓക്കെ 2000 പ്ലസ് 610 60 എത്ര വരുന്നത് 2060 എന്നാണ് വരുന്നത്. ഇനി അടുത്തത് 2000-ഉം 60 10-ഉം 2000 60 10 60 10 എന്ന് പറഞ്ഞാൽ 600 രൂപ. അപ്പോൾ എത്രയായി 2600 ഇനി അടുത്തത് 2000-ഉം 2000 പ്ലസ് 16 10 16 10 എന്ന് പറഞ്ഞാൽ 160. അപ്പം എത്രയായി 2160. ഇനി അടുത്തത് 2000-ഉം 1600-ഉമാണ്. 1600 എന്ന് പറഞ്ഞാൽ 1600. അപ്പോൾ ഇവിടെ എത്രയായി 2000 3600. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് ഇതാണല്ലേ. ഇതെന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തതിലേക്ക് പോവാം. പ്രവർത്തനം 2B ആണ് നോക്കാനുള്ളത്. സംഖ്യയുണ്ടാക്കാം. സാന്ദ്രക്ക് കിട്ടിയ സംഖ്യാ കാർഡ് നോക്കൂ. ചുവടെയുള്ള ഏതൊക്കെ സംഖ്യാ സ്ട്രിപ്പുകൾ ചേർന്നാൽ സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ സംഖ്യയാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാന്ദ്രയുടെ കയ്യിലുള്ളത് 6475 അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഏതൊക്കെ സംഖ്യകളെ നമുക്ക് കൂട്ടണം? ആദ്യം നമുക്ക് 6000 കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ 6000 എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്കിവിടെ 6000 എന്ന് എഴുതി കൊടുക്കാം. 6000 പിന്നെ കിട്ടേണ്ടത് ഏതാണ് 400 ആണല്ലേ. അപ്പോൾ 400 എന്നുള്ളത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. 400 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 400 എന്ന് എഴുതാം. അടുത്തത് 75 അപ്പോൾ അതിന് 70 ഇവിടെ ഉണ്ട്. 70 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ ഉള്ളത് 5 5ഉം ഉണ്ട്. അപ്പോൾ എത്രയായി 6475 എന്നുള്ളത് ശരിയായി കിട്ടി. ഇനി അടുത്തത് നോക്കാം. തന്നിരിക്കുന്ന സംഖ്യാ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങളതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയത് കിട്ടുന്നത് 9000 എന്നുള്ളതായിരിക്കും. പിന്നെ കിട്ടുന്നത് 800 എന്നുള്ള വലിയ സംഖ്യ കിട്ടും. അതിനുശേഷം 90 എന്നത് കിട്ടും. പിന്നെ 6 എന്നത് കിട്ടും. അപ്പോൾ ഉത്തരമായിട്ട് കിട്ടുന്നത് 9896 എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എഴുതുക 9896. ഇനി സി അബാക്കസിലെ 1000-ന്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 10-ന്റെ സ്ഥാനത്തിടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണ്? ഇവിടെ 1000-ന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് 1 2 3 4 ആണുള്ളത് അല്ലേ. ഇതിൽ നിന്നും 1 എടുത്തിട്ട് 10-ന്റെ സ്ഥാനത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 10 ഇവിടെ 3 ഇപ്പോൾ ഇവിടെ സംഖ്യ ഏതാണ്? ഇവിടെ 3 ഇവിടെ 0 ഇവിടെ 1 ഇവിടെ 0 എത്രയാണ് 3010 എന്ന് കിട്ടും. 3010 ഓക്കെ. ഇനി അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരുന്നു? 4000 ആയിരുന്നു അല്ലേ. അപ്പോൾ 4000 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 3010 മൈനസ് ചെയ്യണം. അപ്പോൾ ഉത്തരം എത്രയായിരിക്കും കിട്ടുക? എത്ര കിട്ടും? 990 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ 990 എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിലെ ഈ ചോദ്യം 5083 ചുവടെ കൊടുത്തതിൽ ഏതു സംഖ്യയാണ്? 5083 ആണല്ലേ. അപ്പോൾ ഈ സംഖ്യയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് 5083 എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് 5083. ഇനി പ്രവർത്തനം 3 നോക്കാം. എത്ര മൈതാനത്തൊരുക്കിയ പ്രദർശനം കാണാൻ ടിക്കറ്റ് എടുക്കുന്നതിനായി കുട്ടികൾ വരിവരിയായി നിന്നു. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ 13ാമതാണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് വരിയിൽ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വരിയിൽ എത്ര പേരാണ് ഉള്ളത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മീരയുടെ സ്ഥാനം ഇവിടെയാണെന്ന് വിചാരിക്കുക അല്ലേ. ഇവിടെയാണ് മീരയുടെ സ്ഥാനം എന്ന് വിചാരിക്കുക. ഇതാണ് 13ാമത്തേത്. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടായിരിക്കും? ഇവിടെ 12 പേരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മീര മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ 13 അപ്പോൾ ഇവിടുന്ന് ഈ 12 കഴിഞ്ഞ് കൂട്ടുമ്പോൾ ഇത് 13 അപ്പോൾ ഇവിടുന്നും കൂട്ടുമ്പോൾ 13 ആവണം. അഥവാ ഇവിടെയും 12 പേരുണ്ടായിരിക്കും. അപ്പോൾ എത്രയാണ്? 12 + 1 + 12 ആകെ അത്ര പേരാണ് അത് വരിയിൽ ഉണ്ടാവുക. 12 12 24 24 1 25. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 25 ആണ്. 25 ആണ്. ഇനി ബി ചോദ്യം. ആദ്യം നിന്ന് മിത്രക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ 2789 ആണ്. അവസാനം നിൽക്കുന്ന സാന്ദ്രക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ എത്രയായിരിക്കും? അപ്പോൾ എത്ര കൂട്ടണം നമ്മൾ അതിൻ്റെ കൂടെ?
എത്ര കൂട്ടണം? ആകെ ഉള്ളത് 25 പേരാണല്ലേ. അപ്പോൾ ആദ്യം നിൽക്കുന്ന മിത്രയുടെ നമ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത് 2789 എന്നുള്ളത്. അതിൻ്റെ കൂടെ 24 കൂടെ കൂട്ടി നോക്കണം. 24 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 2813 ആവും. അപ്പോൾ 2813 നമ്മുടെ സാന്ദ്രയുടെ നമ്പർ എന്ന് പറയുന്നത്. സി, നിൽക്കാത്തവർക്കുള്ള ടിക്കറ്റിന് 2500 രൂപയായി. 500ൻ്റെ നോട്ടുകളാണ് കയ്യിലുള്ളത്. ടിക്കറ്റിൻ്റെ വിലയായി എത്ര നോട്ടുകൾ കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2500 വേണ്ടത്. അപ്പോൾ ഒരു 500 കൊടുത്താൽ 500 ആവും, പിന്നെ കൊടുക്കുമ്പോൾ 1000 ആവും, പിന്നെ കൊടുക്കുമ്പോൾ 1500 ആവും, പിന്നെ കൊടുക്കുമ്പോൾ എത്രയാവും? 2000 ആവും, പിന്നെ കൊടുക്കുമ്പോൾ 2500 ആവും. അഥവാ 5 എണ്ണമാണ് കൊടുക്കേണ്ടത്. 5 × 500 എന്ന് പറയുന്നത് 2500 അപ്പോൾ ഇവിടെ ഉത്തരം 5 എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് ഡി ചോദ്യമാണ്. മനുവിൻ്റെ കയ്യിലുള്ള സംഖ്യാ കാർഡുകൾ നോക്കൂ. 3468, 3648, 4368, 4863, 3864. വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വെച്ചത് ഏത്? ശരി ഉത്തരത്തിന് അടയാളം കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഏതാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്? അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കണം. ഏതാണ്? ഇവിടെ 3000 ആണ്, ഇവിടെ 3000, ഇവിടെ 4000 ആണ്, ഇവിടെ 4000 ആണ്. ഈ 4000ത്തിൽ ഏതാണ് വലുത്? ഇതാണ് വലുത്. അഥവാ 4800 863 വലുത്. ഇനി ഇവിടെ നോക്കൂ, രണ്ട് 4863 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടോ മൂന്നോ ഇതിൽ ഏതോ ഒരു ഓപ്ഷനാണ്. ഇതിന് ശേഷം വരുന്ന അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 4368 അപ്പോൾ അത് വരുന്നത് ഏതാണ്? 4368. ഇതും വരുന്നുണ്ട് അല്ലേ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 1 കിട്ടി, 1 ഇത് കിട്ടി, 2 ഇത് കിട്ടി. ഇനി ഈ 3 സംഖ്യയിൽ ഏതാണ്? ഒന്നിൽ 3400 ആണെന്ന് പറഞ്ഞാൽ 3600 3800. അപ്പോൾ ഇതാണ് മൂന്നാമത് വരുന്നത്. അപ്പോൾ 3800 ഉള്ളത് ഈ ഓപ്ഷനാണ്. ഓപ്ഷൻ 2 ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ചുവടെയുള്ള ചിത്ര പാറ്റേൺ നോക്കൂ. തുടർന്ന് വരുന്ന ചിത്രത്തിന് ടിക്ക് കൊടുക്കുക. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഈ ചിത്രം എന്ന് പറയുന്നത് ഇതിന് ഇവിടെയായിരുന്നു സർക്കിൾ ഉണ്ടായിരുന്നത്, പിന്നെ ഇവിടെയാണ് സർക്കിൾ ഉള്ളത്. അടുത്തത് എവിടെയാണ് സർക്കിൾ വരേണ്ടത്? അടുത്ത സർക്കിൾ വരേണ്ടത് ഈ ഭാഗത്താണ്. ഓക്കെ, ഈ ഭാഗത്താണ് സർക്കിൾ വരേണ്ടത്, ഈ സൈഡിൽ. അപ്പോൾ ഇതിൽ വരുന്നത് ഇതാണ് ആ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി പ്രവർത്തനം 4 നോക്കാം. കാറോട്ട മത്സരമാണ്. മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കും. മീരയ്ക്ക് ഒന്നാമത്തെ റൗണ്ടിൽ 495, രണ്ടാമത്തെ റൗണ്ടിൽ 1805 കിട്ടി. മിത്രയ്ക്ക് 515, 1685 കിട്ടിയിട്ടുള്ളത്. ഓരോരുത്തർക്കും കിട്ടിയ ആകെ പോയിന്റുകൾ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മീരയുടെ പോയിന്റുകളൊക്കെ കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കണം. കിട്ടിയിട്ടുള്ളത് മീരയ്ക്ക് 495, അതുപോലെ 1085 ആണല്ലേ. 1085 കിട്ടിയിട്ടുള്ളത്. രണ്ടും കൂടെ കൂട്ടി നോക്കുക. 5 5 10, ബാക്കി 1, 9 1 10, ബാക്കി 1, 8 9 9 8 1 9, 9 4 13 ബാക്കി 1 പിന്നെയുണ്ട് 2. എത്രയായി ഉത്തരം? 2300 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം എഴുതാം. മീരക്ക് കിട്ടിയിട്ടുള്ളത് 2300. ഇനി മിത്രക്ക് കിട്ടിയിട്ടുള്ളത് 1685, 515. ഇത് രണ്ടും കൂടെ കൂട്ടുക. 5 5 10, ബാക്കി 1, 8 1 9, 9 1 10, ബാക്കി 1 വീണ്ടും വരും. 6 1 7, 7 5 എത്രയാണ്? 12 ആണല്ലേ. ബാക്കി 1, ഇവിടെ 1 ബാക്കിയുണ്ട്. അപ്പോൾ 1 2 2. അപ്പോൾ 2200 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുക. മീരക്ക് കിട്ടിയിട്ടുള്ളത് 2200. ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? ആർക്കാണ്? മീരക്കാണല്ലേ. അപ്പോൾ അവിടെ മീര എന്ന് എഴുതുക. എത്ര കൂടുതൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം അല്ലേ. 2300 കുറക്കണം 2200. എത്ര കിട്ടും ഉത്തരം? 100 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 100 കൂടുതലായിട്ടുള്ളത്. സി, പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? ചുവടെ തന്നതിൽ നിന്നും കണ്ടെത്തി എഴുതുക. 1000, 1200, 1450, 1750. അപ്പോൾ ഇവിടെ 1000 1200 തമ്മിൽ 200 കൂടുന്നത്. അടുത്തതോ 1200 1450 തമ്മിൽ 250 കൂടുന്നുണ്ട്. 1450 1750 കൂടെ 300 കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ്? 1750 കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 1750 പ്ലസ് 350 കൂട്ടി നോക്കണം അല്ലേ. 350 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും ഉത്തരമായിട്ട്? 10, ബാക്കി 1,
7 3 10 10 1 11 ബാക്കി 1 2 2100 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, 2100. ഇനി അടുത്തത് നോക്കാം. അടുത്തത് 5A ആണ്, കളി ഉപകരണങ്ങൾ. സ്കൂളിലേക്ക് ആവശ്യമായ കളി ഉപകരണങ്ങൾ വാങ്ങാനായി സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി മീരയും അധ്യാപകരോടൊപ്പം പോയി. 5500 രൂപയാണ് കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ വില എഴുതി ആകെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിച്ചു അല്ലേ. ക്രിക്കറ്റ് ബാറ്റിൻ്റെ വില എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബാറ്റും ബോളും 1230 ഇനി ഷട്ടിൽ ബാറ്റും അതുപോലെ തന്നെ കോക്കും വാങ്ങിച്ചു 970 ഇനി അടുത്തത് ക്യാരം ബോർഡ് വാങ്ങിച്ചിട്ടുള്ളത് 1300 ഇനി ആകെ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാം കൂടെ കൂട്ടി നോക്കുക. 0 7 3 10 9 1 10 10 12 12 3 15 ബാക്കി 1 1 2 3 3500 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ആകെ പൈസ ഉണ്ടായിരുന്നത് എത്രയാണ് കൂട്ടുകാരെ? 5500 ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. 5500 ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 3500 നമ്മൾ കുറച്ച് നോക്കുക. എത്ര കിട്ടും? 2000 എന്ന് ഉത്തരം കിട്ടും. 2000. അപ്പോൾ ബാക്കിയുള്ളത് 2000 രൂപയാണ്. ഇനി വാങ്ങാൻ കഴിയുന്നവ ഏതൊക്കെ? ഈ 2000 രൂപക്ക് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ അതിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് 2000 വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് കൂട്ടുകാർ അതൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക. 2000-നാണ് വാങ്ങേണ്ടത്. അപ്പോൾ അത് ഇവിടെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് സാധനം വാങ്ങിക്കുക. അഥവാ നമുക്കിപ്പോൾ ഒരു വോളിബോൾ നെറ്റ് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. 860-ൻ്റെ വോളിബോൾ നെറ്റും അതുപോലെ തന്നെ 1099-ൻ്റെ വോളിബോളും വാങ്ങിച്ചു കഴിഞ്ഞാൽ 2000 ആകും. അപ്പോൾ അത് രണ്ടും നിങ്ങൾ വാങ്ങിച്ചാലും മതി. ഇനി അടുത്തത് നോക്കാം. പ്രവർത്തനം 5B ആണ്, ഓണം വന്നേ. ഓണത്തിന് വസ്ത്രം വാങ്ങാൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഭാഗ്യയും പോയി. 7000 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഭാഗ്യക്കും അനിയനും വാങ്ങിയ സാധനങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആകെ എത്ര രൂപയായി എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഷർട്ടിന് കൊടുത്തിട്ടുണ്ട് 900 പാൻസിന് 1050, ലാച്ചക്ക് 1550. ആകെ എത്ര രൂപയായിരിക്കും കൂട്ടുകാരെ? 900 1050 1550 എന്ന് പറയുമ്പോൾ 3500 രൂപയായിരിക്കും. ഇനി ബാക്കി എത്ര രൂപ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപയാണ്? ആകെ 7000 ആണുള്ളത് അല്ലേ. അപ്പോൾ 7000-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 7000 മൈനസ് 3500 ചെയ്തു നോക്കുക. ഉത്തരം 3500 തന്നെ ബാക്കിയുണ്ടായിരിക്കും. ഇനി അച്ഛന് ടീഷർട്ടും അമ്മക്ക് സാരിയും വാങ്ങണം. ഇതിന് കയ്യിലുള്ള പണം തികയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടീഷർട്ട് വാങ്ങാനുള്ള വില എന്ന് പറയുന്നത് 950. അതുപോലെ സാരിയുടെ വില 2200. ഇനി രണ്ടുമാണ് വാങ്ങേണ്ടത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3050 രൂപയാണ് ആകുന്നുള്ളൂ. അപ്പോൾ എന്താണ്? ഇവർക്ക് സാധനം വാങ്ങിക്കാനുള്ള പൈസ തികയും. ഓക്കെ, തികയും എന്ന് നമുക്ക് മനസ്സിലായി. ബാക്കി ബാലൻസ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തികയും എന്നതിൽ ടിക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. A+ എല്ലാവർക്കും കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.